ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കുളി കാണാൻ കാറ്റുമോനാണ് ഫസ്റ്റ് കുളിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ കുളിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ നേരം ഔട്ടാ. കാരണം ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞ് ഈ നേരത്തെ കുളിപ്പിക്കുക. പിന്നെ അവർക്കതൊരു വിഷയമല്ലാട്ട് ഈ നേരത്തെ കുളിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, അവർ സ്വന്തം ഇവിടെ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സമയമൊന്നുമില്ല, അവരിങ്ങനെ കുളിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ നേരത്തെ നമ്മൾ കുളിപ്പിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നന്നായി തോർത്തേക്കും കൊടുക്കും. അങ്ങനെ കഴിഞ്ഞു. ആയ് സുന്ദരനായല്ലോ. ഉള്ളി വെള്ളമില്ലാണ്ട് പൊക്കോളും. അങ്ങനെ മെസ്സി കൂടെ കുളിച്ചു തുടങ്ങി. അപ്പൊ നമ്മുടെതാ മർഡോണമോന്റെ കുളി കഴിഞ്ഞിട്ടാ തോർത്തു തുടങ്ങി. നോക്കിക്കണോര് റൊണാൾഡോക്കാണ് നോക്കിക്കണോര്. ഇനി അടുത്തത് നമ്മുടെ റൊണാൾഡോ മോനാട്ടാ കുളിക്കാൻ നിൽക്കണേ. റൊണാൾഡോ മോനെ ഏറ്റവും ഫസ്റ്റ് കുളിക്കണെന്ന് പറഞ്ഞ ആളിന് റൊണാൾഡോ മോൻ. 4ാമത്തെ ആളായിട്ടാണ് റൊണാൾഡോ മോൻ കുളിക്കണേ. അങ്ങനെ റൊണാൾഡോ മോന്റെ കുളി കഴിഞ്ഞിതാ തോർത്തു തുടങ്ങി. അല്ല സുന്ദര, അടുത്ത ആള് നമ്മുടെ ബോൾട്ട് മോൻ. പിള്ളേരെ മാതിരിയാ അതിങ്ങനെ കണ്ട വലിയ തേച്ച് കൊടുക്കണ മാതിരി. നമ്മുടെ നെയ്മർക്കൂട്ടൻ കുളിക്കാൻ നിന്നുട്ടാ. അങ്ങനെ നെയ്മർക്കൂട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ തോർത്താൻ നിൽക്കണം കേട്ടാ. ഇതാ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കല്യാണിക്കുട്ടിയായിട്ടാ കുളിക്കുന്നത്. സുന്ദരി മോളാണ്. അല്ല കല്യാണിയെ, നമ്മളെ കല്യാണിക്കുട്ടിയാണ് ഇത്. ചെക്കന്മാരേക്കാളൊക്കെ വിട്ടിട്ട് കല്യാണിക്കുട്ടി ശരിക്കും പകുതിയുള്ള അവരുടെ. ശരിക്കും കുഞ്ഞു പെങ്ങളെ തന്നെ അവരുടെ. ചേട്ടാ കുഞ്ഞുമോളെന്ന് പറഞ്ഞാ പോരാ, എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അവള് വളർന്നത്. ആരുടെ ഭാഗത്തുനിന്ന് അവളെ ഒന്നും പറയില്ല, എത്ര വികൃതി കാട്ടിയാലും. അതായത് അവളുടെ വികൃതി എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു വികൃതികളല്ലേ, കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമെന്നറിയോ. അങ്ങനെ കല്യാണിക്കുട്ടി കുളിച്ചു തോർത്തി സുന്ദരി മോളായി പൊന്നി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ ചെക്കന്മാരൊക്കെ ഫസ്റ്റ് കുളി കഴിഞ്ഞ് പോയിട്ട് അവരൊക്കെ അവിടെ കളി തുടങ്ങിയിട്ട് കുറേ നേരമായി. അവിടെ ചെന്ന് അവരൊക്കെ ഒന്ന് മേയ്ക്കാനുള്ള തന്ത്രപ്പാടാണ്. വാ ഒടിയ്യ. അങ്ങനെ കല്യാണിക്കുട്ടിയുടെ കുളി കഴിഞ്ഞു. കല്യാണിക്കുട്ടി എന്താ പോണ്, ഞാൻ അവരുടെ കളിയാണ് അവിടെ.